കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വരരുത്. എന്തിനാ അടുത്തേക്ക് വരുന്നേ? വരരുതെന്നാ പറഞ്ഞത്. ഞാനിത് എടുക്കാൻ വന്നത് അല്ലാതെ ഇയാളുടെ ചാരിത്രം നശിപ്പിക്കാനൊന്നുമല്ല. ഇയാളുടെ വാക്കിന് വില കൊടുക്കും പോലെ ഞാൻ എൻ്റെ വാക്കിന് വില കൊടുക്കുന്ന ആളാ. ഞാനായിട്ട് ഇയാളെ ശല്യപ്പെടുത്തില്ല, അതെൻ്റെ വാക്കാ. അല്ല, ഇയാള് ഇവിടെയാണോ കിടക്കുന്നത്? അതെ. അല്ല, ഇയാള് ബെഡിൽ കിടന്നോ? ഞാൻ നിലത്ത് കിടന്നോളാം. അതൊക്കെ ശീലം എനിക്ക്. ആ, ഞാനൊന്ന് ശീലം ഉണ്ടാക്കി നോക്കട്ടെ. തൽക്കാലം ഞാനിവിടെയും താൻ അവിടെയും കിടന്നാൽ മതി. അപ്പൊ ഗുഡ് നൈറ്റ്. ഇവിടെ രാത്രിയിൽ ഇതെങ്ങോട്ടാ? സുസ്മിതയ്ക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം. എല്ലാവരും ഉറങ്ങിപ്പോയാൽ അവളെ നോക്കാൻ ആളില്ലാതായി പോവും. തീരാറായല്ലോ. ട്രിപ്പ് മാറ്റേണ്ട സമയമായി. രണ്ടാളും നല്ല ഉറക്കത്തില. ശല്യപ്പെടുത്തണ്ട.
കാര്യം? ആന്റിക്ക് മനസ്സിലായില്ലേ എന്നെ കൊല്ലാൻ വന്നതാ ഇവള്. എടി മറുപടി പറ. നീ എന്തിനീ മുറി കയറി വന്നു? അത് ഞാൻ ഡ്രിപ്പ് മാറ്റാൻ വേണ്ടിട്ട്. ഡ്രിപ്പ് മാറ്റാനോ? ആര് പറഞ്ഞു നിന്നോട് ഡ്രിപ്പ് മാറ്റാൻ വരാൻ? ഞാൻ പിന്നെ ഇവിടെ കാവലിരിക്കുന്നത് എന്തിനായിരുന്നു? അല്ല, ആരും പറഞ്ഞിട്ടല്ല. ഞാൻ വന്ന് നോക്കിയപ്പോ ട്രിപ്പ് തീർന്നത് കണ്ടു. അപ്പൊ അതുകൊണ്ട്. അതിനെന്തിന് ഈ സമയത്ത് തന്നെ നീ ഇവിടെ വരണം ഇത്ര കൃത്യമായിട്ട്? അത് ഞാൻ സുസ്മിതയ്ക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. സുസ്മിതയുടെ സുഖവിവരം തിരക്കാൻ നിൽക്കണ്ടെന്ന് നിന്നോട് മുൻപേ ഞാൻ പറഞ്ഞതല്ലേ? നീ അടക്കം ആരുടെ സഹായം വേണ്ട എനിക്കിവിടെ. സുസ്മിതയെ നോക്കാൻ അവളുടെ അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട്. ഞാൻ മാത്രം മതി എല്ലാത്തിനും. ഞാനിവിടെ വന്ന് നോക്കുമ്പോ രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നു. ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയ ഞാൻ തന്നെ ഡ്രിപ്പ് ബോട്ടിൽ മാറ്റാൻ തുടങ്ങിയത്. ഉറക്കത്തിലാണെന്ന് കരുതി എന്നെ കൊല്ലാൻ എന്തും ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ? അല്ലടി. കൊല്ലാനോ? കൊല്ലം ഞാൻ എന്ത് ചെയ്തെന്നാ സുസ്മിത ഈ പറയുന്നത്? കൊടും വിഷം കലർത്തിയിട്ടുണ്ടാവും നീ ഡ്രിപ്പ് ബോട്ടിലിനുള്ളിൽ. അല്ലെങ്കിൽ ഒരു തുള്ളി മെർക്കുറി ബ്ലഡിൽ കയറിയാൽ മതിയല്ലോ ഒരാളുടെ കാര്യം തീരാൻ. സുസ്മിതേ, നിന്ന് സ്വയം ന്യായം പറയാതെ ഇറങ്ങി പോടി. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞേ? പോ പുറത്ത്. പോകാൻ. മോള് പേടിക്കണ്ട കേട്ടോ. ആന്റി ഇവിടെ ഉള്ളപ്പോ മോളുടെ ദേഹത്ത് ഒരു തരി പൂഴി പോലും വീഴ്ത്തില്ലാരും. താങ്ക്സ് ആന്റി. മോള് കിടന്നു. ആന്റി ഒരു മണ്ടി ആയതുകൊണ്ട് എന്റെ കാര്യങ്ങൾ കുറെ കൂടെ സ്മൂത്തായി. ഏതായാലും ശാലിനിയിലേക്ക് തൽക്കാലം ഒരു വഴി വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വഴി വേണം പിടിച്ച് മുന്നോട്ട് കയറാൻ. മോള് കിടന്നോട്ടോ. ആ നീ വിഷമിക്കണ്ട. അമ്മ തൻ്റെ ആത്മാർത്ഥതയും സത്യസന്ധതയും മനസ്സിലാക്കുന്നൊരു ദിവസം വരും. പക്ഷെ തൽക്കാലം അത് കാത്തിരിക്കേ മാർഗമുള്ളൂ.
ഇറങ്ങ. നിക്കവിടെ. ദേ, നീ വെറുതെ വഴക്കൊന്നും ഉണ്ടാക്കണ്ട. നിന്നോട് ഞാൻ കഥ കടച്ച് അകത്തിരിക്കാൻ പറഞ്ഞിട്ടല്ലേ പോയത്. റോഡ് വെട്ടാനും കെട്ടിടം പണിയാനുമായി നാനാ രാജ്യക്കാരായി ഈ ചുറ്റുവട്ടത്ത് താമസിക്കുന്നത്. ഒരു പണവിട പൊന്നി ഈ ദേഹത്ത് കണ്ടാ മതി, തല തന്നെ എടുത്തോണ്ട് പോവും അവര്. അറിഞ്ഞുകൂടാത്തോണ്ടല്ല, പക്ഷേ നെഞ്ചിലെ വേവ് അങ്ങോട്ട് അടങ്ങുന്നില്ലായിരുന്നു കൃഷ്ണൻകുട്ടി ചേട്ടാ. ഒരുത്തന്റെ വിവരം എന്താ ഏതാന്നറിയാതെ ആണുങ്ങൾ പുറത്തു പോയാ എന്ത് പേടിക്കാനാടി? ഇവൻ ഈ പാതിരാ നേരം വരെ കുന്നും പറയലാ പോയി ഒറ്റയ്ക്കിരുന്നത്. എന്റെ ഈശ്വര, കൊന്നും പറയലോ. ആ, കാലൊന്ന് തെറ്റിയ കിലോമീറ്ററുകൾ ആഴമുള്ള കൊക്കയാ മുന്നില്. നീ ഇതെന്ത് ഭാവിച്ചാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതാ ഞാനും ചോദിച്ചത്, എന്ത് ഭാവിച്ചാന്ന്. കാരണവന്മാരെന്തെങ്കിലും പറയുന്നതിൽ കഥയുണ്ടെന്ന് മനസ്സിലാക്കണം ആദ്യം. ചിലപ്പോ ശാസിച്ചെന്നും ശിക്ഷിച്ചെന്നും ഒക്കെ ഇരിക്കും. അതിനുള്ള മറുപടി ഇതുപോലുള്ള പരിപാടികളല്ല. ആ, ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. നീ ആ വീട്ടിൽ പോയി കല്യാണം മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചതൊക്കെ. പക്ഷെ എങ്കിലും അവന് പൂർണ്ണമായ ഒരു ബോധ്യം വന്നോ എന്നൊരു സംശയം. അവന്റെ സംശയം നീ വേണോ ഇനി മാറ്റിക്കൊടുക്കാൻ? നിന്റെ മനസ്സിൽ നിന്ന് ശാരികയെ പറിച്ചു മാറ്റാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി ഞാൻ അവിടെ വീട്ടുകാരോട് സംസാരിച്ചു, പകല് തന്നെ. നിന്നേക്കാ വലുതായി ഈ ലോകത്ത് അമ്മയ്ക്ക് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇനിയെങ്കിലും നീ അത് മനസ്സിലാക്കിയ കൊള്ളാം. ഇനി ആദ്യം മോതിരം മാറൽ ചടങ്ങ് നടത്തണോ കല്യാണത്തിലേക്ക് നേരിട്ട് കടക്കണോ എന്ന് ഉടൻ തീരുമാനിക്കണം. അതുടൻ ഉണ്ടാവും, നിന്റെ സൗകര്യം അനുസരിച്ച്. പിന്നെ പൊന്നായിട്ടോ പണമായിട്ടോ ഞങ്ങൾ രണ്ടാളും അവരോടൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അവരെന്തെങ്കിലും തന്നാ വാങ്ങിക്കും, തന്നില്ലെങ്കിൽ സന്തോഷം, അത്ര തന്നെ. മോനെന്താ സന്തോഷമായില്ലേ? ആവാതെ പിന്നെ. നീ ഇങ്ങനെ വാത്സല്യം കാണിച്ച് ചോദ്യങ്ങൾ ചോദിച്ച് അവനെ ദ്രോഹിക്കാതെ മോൻ പോയെന്ന് കിടക്കട്ടെ. കുഞ്ഞു പോയിക്കോ, നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ആ, നീ പോയിക്കോ. നന്ദിയുണ്ട്, ഇപ്പോഴെങ്കിലും മകന്റെ മനസ്സ് മനസ്സിലാക്കിയതിന്. അമ്മയുടെ അമ്മാവന്റെ മനസ്സ് ഇനിയാ അവൻ ശരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. അല്ലേ വിജയലക്ഷ്മി? അതെ അതെ, അതൊരു മനസ്സിലാക്കലാവുന്ന തീർച്ചയല്ലേ.
Sare magari ma pada pa ma pada sa ni da pa ma pada gari sada ri sada sada gari ni da magari sada pa bayami raghuramam dinakaranvayatilakam दिव्यगाधिसूतसवना वनरचितसुबाहुमुख वथमहल्या पावनम् अनघमीश चापभङ्ग മതി നിർത്ത്.